എന്തിനൊക്കെ എക്സ്പെർട്ടാണ് എന്ന് പറഞ്ഞാലും ഫിനാൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ആർട്ട് എന്ന് പറയും ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാർ. ശരിക്കും നമ്മുടെ രാജ്യത്തിൻ്റെ റവന്യൂവിൽ നല്ല ഒരു ഭാഗം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനുണ്ട്, അവരുടെ ഓരോ പദ്ധതികൾക്കുമുണ്ട്. ഇപ്പോൾ ഇൻകം ടാക്സ് കമ്മീഷണറാണ് എന്നോടൊപ്പം ഉള്ളത്. ഗ്രാമപ്രദേശങ്ങളിലുള്ള കുട്ടികൾക്ക് എങ്ങനെ നമുക്കൊരു അവയർനെസ് കൊടുക്കാം, അവർക്ക് അവയർനെസ് കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം നമ്മളോട് സംസാരിക്കുകയാണ്. ഫിനാൻഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഏജൻസിയാണ് ഇൻകം ടാക്സ്. ഇപ്പോൾ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന മറ്റ് ഏജൻസികൾ പലതും ഉണ്ട്. ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസുണ്ട്, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന കുട്ടികൾക്കൊരു എക്സ്പോഷർ അവർക്ക് കൊടുക്കണം. എന്താണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. കാരണം നമ്മളെല്ലാവരും എക്സ്പീരിയൻസ് കൂടെയാണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ, എൻ്റെ ലിമിറ്റഡ് എക്സ്പീരിയൻസിൽ ഞാൻ വിജയ് മല്ലയുടെ പ്രോസിക്യൂഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പലരെയും എന്താണ് ഇൻകം ടാക്സ് ഇലക്ഷൻ്റെ എക്സ്പെൻഡിച്ചർ മോണിറ്ററിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ എക്സ്പീരിയൻസ് അവർക്കൊന്ന് പകർന്നു കൊടുക്കുക, അവരെ അതിനെ എക്സ്പോസ് ചെയ്യുക, അതാണ് ഉദ്ദേശം. ഭാരതത്തിലെ സർക്കാരുകൾ മാറി മാറി വരുന്നുണ്ട്, പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു യങ്സ്റ്റേഴ്സിനെ കൂടെ നിർത്തുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ പലപ്പോഴും അദ്ദേഹം പുതിയ ആൾക്കാരെ അഡ്മിനിസ്ട്രേഷനിലേക്ക് നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവരുന്നതും ഒക്കെ കാണുന്നുണ്ട്. എന്താണ് നമ്മുടെ കുട്ടികളോട്, ഇന്നിപ്പോൾ ഒരു യങ് ജനറേഷനോടാണ് അങ്ങ് സംവദിക്കാൻ പോകുന്നത്, ഈ കുട്ടികളെ ഫിനാൻസ് മാനേജ്മെൻറ്റിലേക്ക് അല്ലെങ്കിൽ ഇൻകം ടാക്സിലേക്ക് രാജ്യത്തിൻ്റെ ടാക്സ് നിയമങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അങ്ങ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്തിലായിരിക്കും? നമ്മുടെ ടാക്സ് ആ രീതിയിൽ പോവുകയാണെങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ടാക്സ്. പക്ഷെ അതുകൂടാതെ ടാക്സിന് ഒരു ഫിനാൻഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന ഒരു മാനവുമുണ്ട്. കാരണം ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ചിറ്റ് ഫണ്ട് നടക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ ഒരു കറപ്ഷൻ നടക്കുകയാണെങ്കിലോ, അപ്പോൾ അല്ലെങ്കിൽ ഒരു ഷെൽ കമ്പനി ഉപയോഗിച്ച് ബ്ലാക്ക് മണി വൈറ്റ് ആക്കിയാണെങ്കിലോ, അതൊക്കെ ചെയ്യുന്ന വളരെ എക്സ്റ്റെൻസീവായുള്ള എത്രയോ കമ്പനികളും എത്രയോ ആളുകളും ഇന്ത്യയിലുണ്ട്. അപ്പോൾ അവരെ എങ്ങനെയാണ് നമ്മൾ ടാക്കിൾ ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. കാരണം അതിൻ്റെ ടാക്സ് സ്ലാബ് ആയാലും അതിൻ്റെ റെഗുലറായിട്ടുള്ള ടാക്സ് അടക്കുന്ന കാര്യങ്ങളായാലും അതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു വൃന്ദം ആളുകൾ തന്നെയുണ്ട്. ചാർട്ടർ അക്കൗണ്ടന്റുകളുണ്ട്, ടാക്സ് റിട്ടേൺ പ്രിപ്പയറേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനേക്കാളും നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ അനാലിസിസ് എങ്ങനെയാണ് നടത്തുന്നത് എന്നതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഒഫീഷ്യലായിട്ടുള്ള ഔട്ട്റീച്ച് പ്രോഗ്രാമിൻ്റെ ഭാഗമായാണ് ഇവിടെ വന്നിരിക്കുന്നത്. തിരുവനന്തപുരത്ത് പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ നടന്ന NCC ദേശീയ ക്യാമ്പിലാണ് കുട്ടികളെ അഭിമുഖീകരിക്കാൻ ഇതുപോലെ പ്രശസ്തരായ പല മേഖലകളിൽ പ്രഗത്ഭരായ പലരും എത്തിയത്. ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കൂടാതെ നയതന്ത്രവും രാജ്യത്തെ ഫോഴ്സ് എത്രമാത്രം രാജ്യത്തിൻ്റെ ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്നുള്ളതും ഒക്കെ വിശദീകരിക്കുന്ന വളരെ ഫലപ്രദമായ ഉപയോഗപ്രദമായ ക്ലാസ്സുകളാണ് ഈ ദിവസങ്ങളിൽ ക്യാമ്പിൽ നടന്നത്. ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികളൊക്കെ അവർക്ക് ലഭിച്ച ഈ ക്ലാസ്സിൻ്റെ ഗുണനിലവാരത്തെക്കുറിച്ച് ഞങ്ങളോട് പങ്കുവയ്ക്കുകയുണ്ടായി. അവരുടെ ജീവിതത്തിൽ അവർക്ക് ലഭിച്ച ഏറ്റവും നല്ല ഒരു സെഷൻ ആയിരുന്നു ഇതെല്ലാം എന്നാണ് കുട്ടികൾ പങ്കുവച്ചത്.